കേരളത്തെ ഇളക്കി മറിച്ച രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ്, ഒരു ആന്റി ക്ലൈമാക്സിലേക്കാണ് ഇനി കടക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന ഗവൺമെന്റ് പരാതി ഇതോടെ പൊളിയുകയാണ്. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. പ്രമാദമായ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മൊഴി നൽകാതിരുന്ന മന്ത്രി 2 ദിവസം മുമ്പാണ് വിശദമായ മൊഴി നൽകിയത്. കേരളം കണ്ട ഏറ്റവും വലിയ നുണച്ചി, അതിൽ 1-ാം സ്ഥാനത്താര് 2-ാം സ്ഥാനത്താര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ? എന്നാൽ 1-ാം സ്ഥാനമാണോ 2-ാം സ്ഥാനമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. KK ശൈലജയ്ക്ക് പകരം പിണറായി 2ാം മന്ത്രിസഭയിലെ മന്ത്രിയായ വീണ ജോർജ് അല്ലേ? വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പ്രതിഷേധമുണ്ടാകുന്നു. 1/2 മീറ്റർ കറുത്ത തുണിയുമായിട്ട് KSUവിൻ്റെ 3-4 പ്രവർത്തകർ വീണ ജോർജ് വന്നിറങ്ങിയപ്പോൾ വീണ ജോർജിൻ്റെ മുന്നിൽ വന്ന് പ്രതിഷേധം എന്ന് പറയുന്നു. വീണ ജോർജിന് ചുറ്റുമുണ്ടായ ഗൺമാനും പോലീസുമാരടങ്ങുന്ന 50ഓളം വരുന്ന സംഘം ഈ 4 പേരെ പിടിച്ചു കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റുന്നു, പോലീസ് വാഹനത്തിൽ കയറ്റുന്നു, അറസ്റ്റ് ചെയ്യുന്നു അല്ലേ? അവിടെ നിന്ന് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ നിന്ന് ഈ പ്രതിഷേധം നടക്കുന്നു. ആ എൻട്രൻസിൽ നിന്ന് നടന്നു പോയി ഓവർ ബ്രിഡ്ജ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ അതേ പ്ലാറ്റ്ഫോമിൽ വീണ ജോർജ് യാത്ര ചെയ്യാനിരുന്ന വന്ദേ ഭാരതിലെ അതേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ മറ്റൊരു യാത്രികൻ കൂടി അവിടെയുണ്ട്. അത് കേരളത്തിൻ്റെ സ്പീക്കറായിരുന്ന AN ഷംസീറാണ്. അപ്പോൾ ഷംസീറിനെ കണ്ടപ്പോൾ അതുവരെ വീണ ജോർജിന് ഒരു കുഴപ്പമില്ല. ഷംസീറിനെ കണ്ടപ്പോൾ വീണ ജോർജിന് പെടലി ഉളുക്കി, വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വീണ ജോർജിൻ്റെ ഗൺമാൻ്റെ മൊഴിയെടുത്തു, മറ്റു പലരുടെയും മൊഴിയെടുത്തു. ഗൺമാൻ പറഞ്ഞു മാരകായുധവുമായിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഈ മാരകായുധം എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ കമ എന്നൊരക്ഷരം മിണ്ടാൻ കേരളത്തിലെ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ KSUവിൻ്റെ പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഏപ്രിൽ 9-ന്. ഇന്നിപ്പോൾ 25-ാം തീയതി. 22-ാം തീയതി ഈ വീണ ജോർജ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയിരിക്കുക. എന്താ മൊഴിയിൽ പറയുന്നത്? തനിക്കെന്ന് അവിടെ ഉണ്ടായിരുന്നത് പ്രതിഷേധക്കാർ വന്നു, പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു കൊലപാതക ശ്രമവും നടന്നിട്ടില്ല, ഒരു മാരകായുധങ്ങളും ഉണ്ടായിട്ടില്ല. അവരുടെ കയ്യിൽ 1/2 മീറ്റർ കറുത്ത തുണി മാത്രമാണ് ഉണ്ടായിരുന്നത്, ഉന്തും തള്ളും മാത്രമാണ് നടന്നത് എന്ന് വീണ ജോർജ് മൊഴി നൽകിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മൊഴി എപ്പോൾ നടക്കേണ്ടതായിരുന്നു? കാരണം ഈ സംഭവം നടക്കുന്നത് 2026 ഫെബ്രുവരി 25-ന്. അത് കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് ഇപ്പുറമാണ് മൊഴി നൽകുന്നത്. ആര്? വീണ ജോർജ്. എന്നാൽ ഈ ഗവൺമെന്റിന്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ മൊഴി എപ്പോഴാണ് രേഖപ്പെടുത്തിയത്? അതേ മാർച്ച് മാസം ആദ്യ വാരത്തിൽ ഇവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം അവർ കൊടുത്തത് കൊലപാതക ശ്രമം. ഇനി കോവിന്ദൻ, ഇവരുടെയൊക്കെ പാർട്ടി സെക്രട്ടറി ഒരു കോവിന്ദൻ ഉണ്ടല്ലോ, കോവിന്ദൻ. ഏത്? ആ കോവിന്ദൻ AI കോവിന്ദൻ. കോവിന്ദ ചാമിയല്ല, ഇത് AI കോവിന്ദൻ. രണ്ടും ഒന്ന് തന്നെയാ. ഒരാള് കോവിന്ദ ചാമിയാണ്, ഒരാള് AI കോവിന്ദനാണ്. MB കോവിന്ദൻ അല്ല, AI കോവിന്ദൻ. ഈ AI കോവിന്ദൻ എന്താ പറഞ്ഞത്? കഴുത്ത് പിടിച്ച് ഞെരിച്ചു. ഏത്? കോഴിയൊക്കെ കൊല്ലാൻ വേണ്ടി കഴുത്ത് പിടിച്ച് ഞെരിക്കൂലേ, അതുപോലെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. എന്നാൽ ആരുടെ കയ്യാ പിടിച്ച് തിരിച്ചു എന്ന് കോവിന്ദൻ പറഞ്ഞ്? വീണ ജോർജിന്റെ. ആരുടെ കഴുത്താ പിടിച്ച് ഞെരിച്ചു എന്ന് കോവിന്ദൻ പറഞ്ഞത്? വീണ ജോർജിന്റെ. എന്നാൽ വീണ ജോർജ് എന്താ പറയുന്നത്? ഉന്തും തള്ളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആരൊക്കെ തമ്മിലാ ഉന്തും തള്ളും ഉണ്ടായിരുന്നത്? അത് KSUയുടെ പ്രവർത്തകരും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലാണ് ഉന്തും തള്ളും. അപ്പൊ വീണ ജോർജ് അപ്പം എന്താക്കിയായിരുന്നു? വീണ ജോർജ് കളി കാണുകയായിരുന്നു. വീണ ജോർജ് കളിയിൽ ഉണ്ടായിട്ടില്ല. കളിയിൽ പോലീസുകാരും
ഈ പറയുന്ന KSU പ്രവർത്തകരും മാത്രമാണ് കളിയിൽ ഉണ്ടായിരുന്നത്. വീണ ജോർജ് കാണി മാത്രമായിരുന്നു. ആരാ പറയുന്നത്? ഈ വീണ ജോർജ്. എന്താ ഈ വീണ ജോർജ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറയാത്തത്? എങ്ങനെയെങ്കിലും 4 വോട്ട് കിട്ടണം. മന്ത്രിയായിരുന്ന വ്യക്തിയല്ലേ, മന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിയൊക്കെ തോക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഈ മന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഗോവിന്ദന് കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ഒലക്കേടെ മൂട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നുണച്ചി എന്ന് പറഞ്ഞാൽ ഭൂലോക നുണച്ചിയല്ലേ ഈ വീണ ജോർജ്. ഇതിനെ വെല്ലുന്നൊരൈറ്റം അപ്പുറത്തുണ്ട്. വടകരയിൽ 1,11,575 വോട്ടുകൾക്ക് ഷാഫി പറമ്പിലിനോട് തൂറ്റു തുന്നം പാറിയ KK ശൈലജ. അത് ഏതാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളത് എനിക്കറിയില്ല. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ഭൂലോക ഫ്രോഡുകൾ. വാ തുറന്നാൽ പച്ച നുണ മാത്രം പറയുന്ന. അപ്പം ഈറ്റങ്ങൾ ഇങ്ങനെ വാ തുറന്ന നുണയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഈ അടിമകളുടെ കാര്യം പറയണോ? ഈ കൃമികീടങ്ങളുടെ കാര്യം പറയണോ? കാരണം എന്താ? മോന്തായം വളഞ്ഞാൽ കൗക്കോലും വളയും. ഈറ്റങ്ങളെ നുണ. വാ തുറന്നാൽ പച്ചക്കള്ളം. ഒരു ഉളുപ്പില്ല. വീണ ജോർജിനൊന്നും പിന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം എവിടെ നിന്നാ വീണ ജോർജ് ഈ നിയമസഭയിലേക്ക് എത്തിയത്? ആരായിരുന്നു മുൻപ് വീണ ജോർജ്? മാധ്യമ പ്രവർത്തക അല്ലേ? എവിടേക്കാ വന്ന് കയറിയത്? AKG സെന്ററിലേക്ക്. പിന്നെ പറയണോ? അത് പിന്നെ നുണകളുടെ ഫാക്ടറിയാ, വ്യാജങ്ങളുടെ ഫാക്ടറിയാ. ആ ഫാക്ടറിയിലേക്ക് വന്ന ആള് ഇപ്പൊ കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്. പക്ഷേ ഇവര് ഈ പറയുന്ന സർക്കാർ ഓഫീസുകളിലേക്ക് ജോലി കിട്ടി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാകും. എന്താ കൾച്ചർ? ആ കൾച്ചർ തിന്നൂല്ല തീറ്റിക്കൂല്ല എന്നുള്ളൊരു കൾച്ചർ. ആ കൾച്ചർ ആ സർക്കാർ ഓഫീസുകളുണ്ട്. അതുപോലെ ഈ പറയുന്ന വീണ ജോർജ് വന്ന് കയറിയത് എവിടേക്കാ? വീണ ജോർജ് വന്ന് കയറിയത് AKG സെന്ററിലേക്ക്. അത് നുണകളുടെ ഫാക്ടറിയാ, വ്യാജങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാ. ആ ഫാക്ടറിയിലേക്ക് വന്ന് കയറിയ വീണ ജോർജ് അവിടുത്തെ കൾച്ചർ എന്താ? നുണകള്, വ്യാജങ്ങള്, അസത്യങ്ങള്, വാസ്തവ വിരുദ്ധമായത്, ഇതൊക്കെ പടച്ചു വിടുക. അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നു. എന്നിട്ട് എന്താ പിന്നെ വീണ ജോർജിൻ്റെ കൾച്ചർ പിന്നെ എന്തായി? ചേരന തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണമെന്ന് പറയുന്നില്ലേ? അതുപോലെയായി. പിന്നെ വീണ ജോർജിന് നടുക്കണ്ടം തന്നെ തിന്നണം. ആ കൂട്ടത്തിലായി. വാലും തലയൊന്നും പറ്റൂല. നടുക്കണ്ടം. ആ കണ്ടം തന്നെ കിട്ടണം. ആ തുണ്ടം കണ്ടമുണ്ടല്ല, ആ തുണ്ടം പീസ് തിന്നുന്ന കൂട്ടത്തിലേക്ക് വീണ ജോർജ് അങ്ങോട്ട് അതിൻ്റെ നേതാവായി മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ വീണ ജോർജ് അബിൻ വർക്കിയുമൊത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംവാദം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം ഈ പറയുന്ന പത്തനംതിട്ടയിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ അന്നും വീണ ജോർജ് ഗൺമാൻ പറഞ്ഞതുപോലെയാണ് പറഞ്ഞത്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തിയപ്പോൾ പറയാണ് വെറും ഉന്തും തള്ളും ഉണ്ടായിട്ടുള്ളൂ. അതും ഞാനും KSUക്കാരും തമ്മിലല്ല ഉന്തും തള്ളും ഉണ്ടായിരുന്നത്. എൻ്റെ രോമത്തിൽ പോലും KSUക്കാർ സ്പർശിച്ചിട്ട് പോലുമില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരും KSUവിൻ്റെ പ്രവർത്തകരും തമ്മിലാണ് ഉന്തും തള്ളും ഉണ്ടായത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നു വീണ ജോർജ് എന്ന് പറയുന്ന നുണച്ചി. നിങ്ങളോ ആലോചിച്ച് നോക്കി. ഇപ്പം ഇത്രയും ദിവസം ഈ വീണ ജോർജ് പറഞ്ഞത്, പിണറായി വിജയൻ പറഞ്ഞത്, ഗോവിന്ദൻ പറഞ്ഞത് എന്തായിരുന്നു? ഇതൊക്കെ ആരോടാ പറഞ്ഞത്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അല്ലേ? പച്ച നുണ. ഒരിച്ചിരി ഉളുപ്പ് ഈറ്റങ്ങൾക്ക് എവിടെങ്കിലും ഉണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെയാ പറഞ്ഞത്? അപ്പൊ ഈ രോമത്തിൽ പോലും സ്പർശിക്കാത്ത എന്ന് പറഞ്ഞാൽ വീണ ജോർജിൻ്റെ 7 അയലത്ത് പോലും ആരെത്തിയിട്ടില്ല? പ്രതിഷേധക്കാരെത്തിയിട്ടില്ല. അവിടെയാണ് വീണ ജോർജ് പച്ച നുണ പറഞ്ഞ് കയ്യിന് പരിക്കേറ്റു, കഴുത്തിന് പരിക്കേറ്റു. എന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സാധാരണക്കാരന് കിട്ടേണ്ട പരിഗണന പോലും മുടക്കിയിട്ട് ഒരു പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു 10 ആൾക്കാർ, 10 ഡോക്ടർമാർ
കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഒരു 10 ഡോക്ടർമാർ ഇവർ ഒരു 2 ദിവസം ഫുൾ ടൈം വീണ ജോർജിന് ചുറ്റും നിന്ന് കുർബാന ചൊല്ലിയിരുന്നു അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് വീണ ജോർജ് രാത്രി പുലർച്ചെ 4 മണിക്ക് സ്വന്തം വാഹനത്തിൽ കയറിയിട്ട് ഒരു ഹാർഡ് സീ കോളർ കൂടി ധരിച്ചിട്ട് നേരെ പോയി വീണ ജോർജിൻ്റെ വീട്ടിലേക്ക്, കോട്ടയത്തെ വീട്ടിലേക്ക് അല്ലേ. അപ്പോൾ ഈ ഹാർഡ് സീ കോളർ ഇട്ടതും തനിക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞതും തനിക്ക് പെടലി ഉളുക്കി എന്ന് പറഞ്ഞതും എല്ലാം പച്ച നുണയായിരുന്നില്ലേ. ഇതിപ്പോൾ ആരാ ഇതൊക്കെ നുണയാണെന്ന് ആരാ പറയുന്നത്? വീണ ജോർജ്. വീണ ജോർജിന്റെ മൊഴിയിൽ പറയുന്നു ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായത്, അതും സുരക്ഷാ ഉദ്യോഗസ്ഥരും KSU പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ള് എന്ന് പറഞ്ഞാൽ വീണ ജോർജ് അവിടെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. കളി പോലീസും KSU പ്രവർത്തകരും തമ്മിലായിരുന്നു. വീണ ജോർജ് കാണി മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വീണ ജോർജ് പച്ച നുണ പറഞ്ഞ് അഭിനയിച്ച് നാടകം കളിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ പറ്റിക്കുകയായിരുന്നില്ലേ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കൂട്ടർക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു കടുക് മണിയോളം എങ്കിലും ഉളുപ്പ് എന്ന് പറയുന്നത് ഉണ്ടാ എവിടെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്?